ഹായ്, എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ സുസ്മിത കോടതി മുറിയിൽ നിന്നും ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും രോഹിത്തോ നിൽക്കുന്ന അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ചിറ്റപ്പ ഒടുവിൽ സത്യം ജയിച്ചല്ലേ, ലോകകപ്പിൽ അഗ്നിശുദ്ധിയോട് കൂടി സുസ്മിത വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ ഇങ്ങനെ ഞെളിച്ച് കാണിക്കുകയാണ്. 2-3 ദിവസം ലോകകപ്പിൽ കിടന്നത് കൊണ്ട് വല്ലാത്തൊരു ദേഹം വേദന, ഇനി ഫാമാൻറ്റിയുടെ വീട്ടിൽ പോയിട്ട് AC മുറിയിൽ പോയി റെസ്റ്റ് എടുക്കണം എന്നൊക്കെ ഇങ്ങനെ വിഷ്ണുവിനെയും ശാലിനിയെയും നോക്കി അങ്ങ് പരിഹസിച്ച് പറയുകയാണ്. ശാലിനിക്കും വിഷ്ണുവിനും ദേഷ്യമൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഒരക്ഷരം അവരും മിണ്ടുന്നില്ല. തുടർന്ന് ശാലിനിയെ നോക്കിയിട്ട് പോയി തട്ടുകടയിൽ പോയി പെറോട്ട അടിക്കടി, നിനക്കൊക്കെ അതാണ് പറഞ്ഞിട്ടുള്ളത് എന്നിങ്ങനെയും കളിയാക്കുകയാണ്. ഈ സമയത്താണ് തൊട്ടു പിറകിൽ സത്യഭാമ ആ കാറിനോട് ചാരി ഇങ്ങനെ നിൽക്കുന്നത് സുസ്മിത കാണുന്നത്. തുടർന്ന് സത്യഭാമയുടെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ്, ആൻറ്റിക്ക് സത്യം ബോധ്യമായല്ലോ, കോടതി എന്നെ വെറുതെ വിട്ടു, എന്തായാലും സാരമില്ല, നമുക്ക് പോകാം ആൻറ്റി എന്നും പറഞ്ഞ് സത്യഭാമയുടെ കാറിലേക്ക് കയറാൻ പോവുകയാണ്. പക്ഷെ ഭാമയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല, ഗുണവും പറയുന്നില്ല ദോഷവും പറയുന്നില്ല. പക്ഷേ സുസ്മിതയാണെങ്കിൽ കാറിലേക്ക് ഇങ്ങനെ കയറാൻ പോകുമ്പോൾ രോഹിത് ഓടി വന്ന് സുസ്മിതയുടെ കയ്യിലങ്ങ് പിടിക്കുകയാണ്. അന്നേരം ആകെ ദേഷ്യപ്പെടുന്ന സുസ്മിത എന്താടാ നിനക്ക് വേണ്ടതെന്നും പറഞ്ഞ് രോഹിത്തിൻ്റെ കൈയങ്ങ് തട്ടി മാറ്റുകയാണ്. അന്നേരം നീ എങ്ങോട്ടാ പോകുന്നത് എന്നിങ്ങനെ രോഹിത്ത് ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകും, നീ ആരാ ചോദിക്കാനെന്നും പറഞ്ഞ് സുസ്മിത അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അന്നേരം ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയവനാണെങ്കിലേ എനിക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്, ഞാൻ തീരുമാനിക്കും നീ എങ്ങോട്ടാണ് പോകേണ്ടതെന്നും എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ എനിക്കിഷ്ടമുള്ളിടത്ത് പോകുമെന്നും പറഞ്ഞ് സുസ്മിത വീണ്ടും അങ്ങ് ദേഷ്യപ്പെടുമ്പോൾ ചന്ദ്രബോസ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, സത്യഭാമയും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവരാരും ഒന്നും മിണ്ടുന്നില്ല. അന്നേരം നിനക്ക് എവിടെയാണ് പോകേണ്ടതെന്നൊക്കെ അങ്ങനെ തോന്നിയെടുത്തൊന്നും പോകാൻ പറ്റില്ല, ഞാൻ പറയാം എവിടേക്കാണ് പോകേണ്ടതെന്നും പറഞ്ഞ് വീണ്ടും രോഹിത്ത് സുസ്മിതയുടെ കയ്യിൽ കടന്നങ്ങ് പിടിക്കുകയാണ്. അന്നേരം ചന്ദ്രബോസിന് ദേഷ്യം വന്ന് ചന്ദ്രബോസ് രോഹിത്തിനെ അങ്ങ് പിടിച്ച് തള്ളുകയാണ്, മാറി നിൽക്കടാന്നും പറഞ്ഞ്. അതായത് ആ മതിലിൻ്റെ ചുവരിലേക്ക് രോഹിത്ത് അങ്ങ് ചെന്ന് മുട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. നീ എന്താടാ ഗുണ്ടായുസം കാണിക്കുകയാണ്, അങ്ങോട്ട് മാറി നിൽക്കുമെന്നും പറഞ്ഞ് ചന്ദ്രബോസ് ദേഷ്യപ്പെടുകയാണ്. അന്നേരം ഗുണ്ടായുസം ഒന്നും അല്ല സാറേ, എൻ്റെ ഭാര്യയാണിതെങ്കിൽ ഞാൻ കൊണ്ടുപോകുമെന്ന് രോഹിത്ത് ഉറപ്പിച്ച് പറയുകയാണ്. അന്നേരം വിഷ്ണുവും ശാലിനിയും ഒക്കെ ഇത് തന്നെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്, ഫാമയും ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് നീ കൊണ്ടുപോകടാന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ കൊണ്ടുപോകും, ഇതെൻ്റെ ഭാര്യയാണെങ്കിൽ ഞാൻ കൊണ്ടുപോവുക തന്നെ ചെയ്യുമെന്ന് രോഹിത്ത് പറയുമ്പോൾ ആഹാ നീ കൊണ്ടുപോകടാന്നും പറഞ്ഞ് രോഹിത്തിനെ അടിക്കാനായിട്ട് ചന്ദ്രബോസ് കൈ ഉയർത്തുകയാണ്. പക്ഷേ ആ കൈ തടുക്കുന്നത് ശ്രീരഞ്ജിനിയാണ്. എന്നിട്ട് പറയുന്നുണ്ട് പോലീസിനും ഗുണ്ടായുസം പാടില്ല ചന്ദ്രബോസെ എന്ന് പറയുകയാണ്. അന്നേരം സോറി മാഡം എന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ മാറ്റിയിട്ട് പെട്ടെന്ന് അങ്ങ് ശ്രീരഞ്ജിനിയെ സല്യൂട്ട് ചെയ്യുകയാണ്. അന്നേരം രോഹിത്തിന് കുറച്ചുകൂടി ആത്മവിശ്വാസം വരുന്നുണ്ട്. അന്നേരം ശ്രീരഞ്ജിനി പറയുകയാണ്, സുസ്മിതയും രോഹിത്തും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സൗന്ദര്യ പിണക്കം എന്നല്ലേ കോടതി പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ അവർ തമ്മിൽ പറഞ്ഞ് തീരട്ടെ ചന്ദ്രബോസ്, കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയുകയാണ്. അന്നേരം ചന്ദ്രബോസ് അങ്ങ് മാറി നിൽക്കുന്നുണ്ട്. തുടർന്ന് ബാ പോകാമെന്ന്, കൊണ്ടുപോയിക്കോന്ന് രോഹിത്തിനോട് ശ്രീരഞ്ജിനി പറയുമ്പോൾ ബാ പോകാമെന്നും പറഞ്ഞ് സുസ്മിതയുടെ കയ്യിൽ ഇങ്ങനെ കടന്നു പിടിക്കുകയാണ് വീണ്ടും. അന്നേരം സുസ്മിതയ്ക്ക് കൈ വേദനിക്കുന്നുണ്ട്. അന്നേരം ആൻറ്റി എന്നും പറഞ്ഞിങ്ങനെ സത്യഭാമയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. പക്ഷേ ഭാമ അങ്ങ് മുഖം തിരിക്കുന്നുണ്ട്, കൈവച്ച് ഇങ്ങനെ മുഖം മറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് ബലമായിട്ട് രോഹിത്ത് പിടിക്കുമ്പോൾ വീണ്ടും ആ കൈ അങ്ങ് പിടിക്കുന്നുണ്ട്. പക്ഷേ ഭാമയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാവുകയാണ് സുസ്മിതയ്ക്ക്. ശ്രീരഞ്ജിനി ഉള്ളത് കൊണ്ട് ഇനി ചന്ദ്രബോസിൻ്റെ കൂടെ ഒരു വേലത്തരവും നടക്കില്ല. തുടർന്ന് അത് തടയിടാനുള്ള വ്യാജേന സുസ്മിത ചോദിക്കുകയാണ്, എനിക്ക് പോകാനുള്ള കാർ എവിടെയെന്ന്. അന്നേരം കാറൊന്നുമില്ല എന്ന് രോഹിത്ത് പറയുന്നുണ്ട്. എങ്കിൽ ടാക്സി വിളിക്ക് എന്ന് പറയുമ്പോൾ ടാക്സി ഒന്നുമില്ല, ലൈൻ ബസ്, അതിൽ വന്നോളണം എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ ലൈൻ ബസ്സിൽ വരാനോ, പറ്റില്ല എന്നിങ്ങനെ സുസ്മിത പറയുമ്പോഴും ഓട്ടോക്കാരൻ മോഹൻ്റെ മകന് അത്രയൊക്കെ കാശിൻ്റെ ഇതേ ഉള്ളൂ, വന്നേ പറ്റൂ എന്നും പറഞ്ഞ് ബലമായിട്ട് സുസ്മിതയെ പിടിച്ചുകൊണ്ട് രോഹിത്ത് ആ വയ്യാത്ത കാലും വെച്ചുകൊണ്ട് ഇങ്ങനെ മൊണ്ടി സുസ്മിതയും പിടിച്ചുകൊണ്ട് പോവുകയാണ്. സുസ്മിത കൂടെ പോകുന്നുണ്ട്. അന്നേരം ശാലിനിക്കും വിഷ്ണുവിനും ഒത്തിരി ദേഷ്യവും നടങ്ങുന്നുണ്ട്. ആ കാഴ്ചയിൽ സന്തോഷിക്കുകയാണ് അവര്. ഭാമയും ഒന്നും മിണ്ടുന്നില്ല. സുസ്മിതയെ രോഹിത്ത് കൊണ്ടുപോകുന്നതിന് മൗനസമ്മതം കൊടുക്കുകയാണ് അവിടെ സത്യഭാമയും. തുടർന്ന് അങ്ങ് രോഹിത്ത് സുസ്മിതയെ കൊണ്ടുപോകുമ്പോൾ കയ്യിൽ ബലമായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. അവരുടെ വീടിൻ്റെ ഗേറ്റ് എത്തുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. അന്നേരം രോഹിത്ത് എന്നെ വിട്, എനിക്ക് കൈ വേദനിക്കുന്നു, ഞാൻ നടന്നോളാം എന്നൊക്കെ സുസ്മിത പറയുന്നുണ്ട്. അന്നേരം അങ്ങനെ നിന്റെ അന്ന നടയൊന്നും പറ്റില്ല, ഞാൻ നടക്കുന്ന വേഗത്തിൽ എൻ്റെ കൂടെ അങ്ങോട്ട് നടക്കണം, അങ്ങോട്ട് വേഗം നടക്കുമെന്നും പറഞ്ഞ് പിടിച്ച് വലിച്ചുകൊണ്ട് അകത്തേക്ക് കൊണ്ടുവരികയാണ് രോഹിത്ത് സുസ്മിതയെ.
അകത്തേക്ക് കയറുന്നില്ല. മുറ്റത്തെത്തുമ്പോൾ അങ്ങ് രോഹിത്തിൻ്റെ കൈ ഒരുവിധം വിടിയിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്നെ എന്തിനാണ് ഇങ്ങോട്ടത്തേക്ക് കൊണ്ടുവന്നത്? മിഡിൽ ക്ലാസ് ഫാമിലിയൊക്കെ സഞ്ചരിക്കുന്ന, ലോ ക്ലാസ് ഫാമിലിയൊക്കെ സഞ്ചരിക്കുന്ന ചീഞ്ഞു നാറിയ ലൈൻ ബസ്സിലാണ് നീ എന്നെ കൊണ്ടുവന്നത്. അതും 3-4 സ്റ്റോപ്പ് പിന്നിലേക്ക് ഇറങ്ങിയിട്ട് ആടിനെയും മാടിനെയും ഒക്കെ വഴി തെളിച്ച് കൊണ്ടുവരുന്നത് പോലെ എന്നെ എവിടേക്ക് കൊണ്ടുവന്നു? നീ എന്നെ എന്ത് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ ഇങ്ങനെ സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം നിന്നെ നന്നാക്കണം എന്നുള്ള ഒരു ഉദ്ദേശവും എന്നെ ഇല്ല. രക്തരക്ഷസിനെ ഒക്കെ തളയ്ക്കാനാണ് പറ്റുന്നത്, അല്ലാതെ ഉപദേശിച്ച് നന്നാക്കാനൊന്നും പറ്റില്ല. ഞാൻ നിന്നെ കല്യാണം കഴിച്ച ഒരു പ്രതികാരത്തോടു കൂടി തന്നെയാണ്. പക്ഷേ പിന്നീട് ഞാൻ നിന്നെ സ്നേഹിച്ചു, അത് നീ മനസ്സിലാക്കിയില്ല. നീ എന്നെ അരുങ്കൊല ചെയ്യാനായിട്ട് നോക്കിയത് കോടതി ഒരു സൗന്ദര്യ പിണക്കമായിട്ടല്ലേ കണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ, നീ എന്നെ ഒന്നും ചെയ്യില്ല, ഇവിടെ ഈ നാട്ടിൽ പോലീസും കോടതിയും ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ വിശേഷങ്ങളൊക്കെ കണ്ടിട്ടല്ലേ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. നിന്നെ നന്നാക്കാം എന്നുള്ളൊരു ഉദ്ദേശം എനിക്കില്ല. നീ എന്നെ അരുങ്കൊല ചെയ്തത് സൗന്ദര്യ പിണക്കം. അപ്പോൾ പിന്നെ പക്ഷേ അത് സൗന്ദര്യ പിണക്കമല്ല എന്ന് എനിക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിനക്കുള്ള ശിക്ഷ ഞാൻ തന്നെ തരും. ഈ വീട് ചൂണ്ടി കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഈ കാണുന്നതാണ് നിനക്കുള്ള ജയിലിൽ. ഇത്തിരി വിസ്താരം കുറവാണ്, അത് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷെ തടവ് ശിക്ഷയാണ് നിനക്ക് തരാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ സുസ്മിത ഒരു നിമിഷം പേടിക്കുന്നുണ്ട്. പക്ഷെ രോഹിത് എന്തോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച പോലെ തന്നെയാണ് അങ്ങനെയൊക്കെ പറയുന്നത്. എന്നിട്ട് സുസ്മിത അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ഇങ്ങോട്ട് വാടിയെന്നും പറഞ്ഞ് പിടിച്ച് വീണ്ടും അകത്തേക്ക് കയറ്റാൻ തുടങ്ങുകയാണ്. ഒരു നിമിഷം വാതിൽക്കലേക്ക് നോക്കുന്ന സുസ്മിത അങ്ങ് പേടിച്ച് നിൽക്കുകയാണ്. സംഭവം സരോജിനി ചേച്ചിയും ബാക്കി എല്ലാവരും കൂടി കയ്യിൽ കമ്പും വടിയൊക്കെ ആയിട്ട് അകത്തു നിന്നും ഇറങ്ങി വരികയാണ്. തുടർന്ന് പേടിച്ച സുസ്മിതയും ഓടി രക്ഷപ്പെടാതിരിക്കാൻ രോഹിത് കയ്യിൽ പല്ലമായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. അന്നേരം പത്മാവതിയമ്മ പറയുകയാണ്, മോൾ എന്താ അവിടെ തന്നെ നിൽക്കുന്നത്, ഇങ്ങോട്ട് കയറി വാ എന്ന് വെച്ചാൽ പരിഹസിച്ച്, സ്നേഹം ഭാവിച്ച് പരിഹസിച്ച് പറയുകയാണ്. അന്നേരം സുസ്മിത ഇങ്ങനെ നോക്കുകയാണ് സരോജിനിയുടെ ആ കയ്യിൽ ഇരിക്കുന്ന ആ കമ്പൊക്കെ കണ്ടിട്ട്. തുടർന്ന് രോഹിത് ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ദേ ആ നിൽക്കുന്നതാണ്, സരോജിനി ചൂണ്ടിക്കാണിച്ചാണ് പറയുന്നത്, ആ നിൽക്കുന്നതാണ് ജയിൽ സൂപ്രണ്ട്. ജയിലിൽ നടയടി പതിവാണ് എന്നിങ്ങനെ പറയുമ്പോൾ ആ സരോജിനി ആണെങ്കിൽ കയ്യിലിരിക്കുന്ന കമ്പ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആട്ടി കളിക്കുകയാണ്. എന്നിട്ട് സുസ്മിത ആകെ പേടിച്ച് നിൽക്കുകയാണ്. തുടർന്ന് പെട്ടെന്ന് സുസ്മിതയ്ക്ക് മനസ്സിലാവുകയാണ്, ആകെ കലിപ്പിലും ദേഷ്യത്തിലും ഒക്കെ ഒരു തരത്തിലും രക്ഷപ്പെടാനാവാതെ സുസ്മിത അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. അവിടെ സങ്കടത്തോടെ അർജുൻ പ്രീതിയോട് കോടതിയിലെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അർജുൻ ശങ്കർ ആദ്യമായിട്ട് തോൽവിയുടെ രുചി അറിഞ്ഞു. വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയരുതെന്നാണ്. പക്ഷെ നിന്റെ ജ്യേഷ്ഠൻ അത് ആ ഒരു തെറ്റ് ചെയ്തു. രോഹിത് ജീവിച്ചിരിപ്പുണ്ട്. എന്നെ മാത്രമല്ല, ഞാൻ മാത്രമല്ല തോറ്റ്, ശ്രീരഞ്ജിനിയും അവിടെ തോറ്റു. പിന്നെ മൊഴി നൽകിയ അടിസ്ഥാനത്തിലൊക്കെ അമീർ അബ്ദുള്ള നേരത്തെ തന്നെ ഒരു മുഴ മുന്നേ എറിഞ്ഞ് രോഹിത്തിനെ ഹാജരാക്കി. സത്യാമ്മ നൽകിയ മൊഴിയും ഒക്കെ എതിരായിട്ട് തന്നെ വീണു. രോഹിത്തും സുസ്മിതയും തമ്മിൽ മുൻപേ ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് സത്യാമ്മയ്ക്ക് അറിയില്ലായിരുന്നല്ലോ. വിഷ്ണു ശാലിനിയും അതൊക്കെ മറച്ചു വെച്ചല്ലേ കല്യാണം നടത്തിയത്. അതെല്ലാം അവിടെ പൊട്ടി പൊളിഞ്ഞു. അപ്പോൾ ഞങ്ങൾ തോറ്റു, ഞാൻ മാത്രമല്ല നീയും തോറ്റു. രോഹിത്തിന് കൊക്കയിൽ വീഴുന്നത് വരെയുള്ള കഥ മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ബാക്കി എന്താണെന്ന് അറിയണമെങ്കിൽ നീ സംസാരിക്കണം, നീ എഴുന്നേറ്റ് വരണം, എഴുന്നേൽക്ക് പ്രീതി, എഴുന്നേൽക്ക് പ്രീതി എന്നും പറഞ്ഞ് പ്രീതി അങ്ങോട്ട് ബലമായിട്ട് പിടിക്കുകയും പിടിച്ച് കുലുക്കുകയും തലയിലൊക്കെ പിടിക്കുകയും ഒക്കെ ചെയ്യുകയാണ് രോഹിത്. രോഹിത് കരയൊക്കെ ചെയ്യുന്നുണ്ട്. നിനക്ക് കുഞ്ഞിനെ കാണണ്ടേ, എൻ്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കണ്ടേ, എൻ്റെ അർജുനേട്ടൻ്റെ മാനം രക്ഷിക്കാനെങ്കിലും ഒന്ന് എഴുന്നേൽക്ക് പ്രീതി എന്നും പറഞ്ഞ് അർജുന അങ്ങ് വാവിട്ട് നിലവിളിച്ച് കരയുകയും സുസ്മിതയല്ല പ്രീതി ഇങ്ങനെ പിടിച്ച് കുലുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്ന് കണ്ണിമ ചുമ്മാൻ പോലും കഴിയാതെ പ്രീതി ഇങ്ങനെ കിടക്കുകയാണ്. ആ ഒരു അർജുൻ ഇങ്ങനെ പ്രീതി ഇങ്ങനെ ഇട്ട് കുലുക്കുമ്പോൾ ഡ്രിപ്പ് ബോട്ടിൽ വരെ, ആ കട്ടിൽ വരെ കുലുങ്ങുന്നുണ്ട്, ആ ഡ്രിപ്പ് ബോട്ടിൽ വരെ കുലുങ്ങുന്നുണ്ട്. പക്ഷെ നിസ്സഹായമായിട്ട് കിടക്കുകയാണ് പ്രീതി. ആ ഒരു സീൻ കാണേണ്ടത് തന്നെയാണ്. രോഹിത്തല്ല അർജുൻ ഇങ്ങനെ വാവിട്ട് നിലവിളിച്ച് കരയുകയാണ്. ആ ഒരു വിഷമത്തിൽ പ്രീതി എഴുന്നേൽക്കാത്തതിൽ ഇനി നീ എണീച്ചാൽ മാത്രമേ ആ സുസ്മിതയെ പൂട്ടാനായിട്ട് സാധിക്കൂ എന്നും പറഞ്ഞ് അങ്ങ് കരഞ്ഞു ബഹളം വയ്ക്കുകയാണ് അർജുൻ അവിടെ. ഇതേസമയം സുസ്മിതയെ അകത്തേക്ക് കയറ്റുന്നുണ്ട് രോഹിത്. അകത്തേക്ക് കയറിയ ശേഷം രോഹിത് സുസ്മിതയുടെ കവാല് നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ്. ആ അടി കൊണ്ട് സുസ്മിത തറയിലങ്ങ് വീഴുകയാണ്. എന്നിട്ട് കവളും പൊത്തി ഇങ്ങനെ തറയിലിരിക്കുന്നുണ്ട്. അന്നേരം തറയിലേക്ക് തന്നെ ഇരുന്നിട്ട് രോഹിത് ചോദിക്കുകയാണ്, സുസ്മിതയെ ഈ നിമിഷം നമുക്കങ്ങ് നിശ്ചലമാക്കിയാലോ എന്ന്, ഈ ഡയലോഗ് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം സുസ്മിത ആ സംഭവം ഓർക്കുന്നുണ്ട്. അന്ന് പഞ്ചകൈലാസത്തിൽ സുസ്മിത രോഹിത്തിനെയും കൂട്ടി ചെന്നപ്പോൾ കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് ഈ നിമിഷങ്ങൾ കടന്നു പോകാതിരുന്നെങ്കിൽ നമ്മൾ എന്ന് ഞാൻ ആഗ്രഹിച്ചു
ആഗ്രഹിച്ചു പോകുന്നു, രോഹിത്തിൻ്റെ നെഞ്ചിൽ ഇങ്ങനെ തല ചേർത്ത് കിടക്കണം, എന്നും ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഓർമ്മിക്കുകയാണ്. അതിനുശേഷമാണല്ലോ സുസ്മിത രോഹിത്തിനെ കൊക്കയിലേക്ക് തള്ളിയിട്ടത്. അന്നേരം നീ എനിക്ക് വിധിച്ച ശിക്ഷ മരണമാണെങ്കിൽ നിനക്ക് ഞാൻ വിധിക്കാൻ പോകുന്നത് ജീവിതമാണ്, ഈ വീട്ടിലെ ഒരു റൂമിൻ്റെ ചതുരത്തിൽ അകപ്പെട്ട ഒരു ജീവിതം. നീ നേരത്തെ പറഞ്ഞില്ലേ ലോ ക്ലാസ്സും മിഡിൽ ക്ലാസ്സും ഫാമിലിയും പിക് പോക്കറ്റേഴ്സും ഒക്കെ സഞ്ചരിക്കുന്ന ലൈൻ ബസ്സിൽ പിന്നെ ആണ് നിന്നെ കൊണ്ടുവന്നത്, അതിൻ്റെ പുറത്തേക്ക് നോക്കിയപ്പോൾ നിനക്ക് ഛർദ്ദിക്കാൻ വന്നു എന്നൊക്കെ. പക്ഷേ ഇവിടെ കിടന്നുകൊണ്ട് അങ്ങനെ ഒരു ബസ്സിലെങ്കിലും യാത്ര ചെയ്യാൻ പറ്റിയെങ്കിൽ എന്ന് നീ മോഹിക്കണം. നിന്നെ ഞാൻ അങ്ങനെയുള്ള ശിക്ഷയാണ് തരാൻ പോകുന്നത്. പിന്നെ നീ ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്നൊന്നും കരുതണ്ട. പിന്നെ നിന്റെ മുംബൈയിൽ യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി ശ്വാസം എടുത്ത് ജീവിക്കുന്ന നിന്റെ അച്ഛനോ അച്ഛന് കൂട്ടിരിക്കുന്ന അമ്മയോ അവിടെയുള്ള അമ്മാവന്മാരോ കൊച്ചു മകളെ ആണെങ്കിൽ അങ്ങ് തോളിലേറ്റി ലാളിച്ച് വളർത്തിയ ചിറ്റപ്പനോ ആരും ഇതൊന്നും അറിയാനും പോകുന്നില്ല, ആരും ഇവിടേക്ക് വരാനും പോകുന്നില്ല. അവരൊക്കെ വിചാരിക്കും ഭർത്തൃഗൃഹത്തിൽ സുസ്മിത സന്തോഷവതിയായിട്ട് ജീവിക്കുന്നു എന്ന്. പിന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ ചൈന കോളനിയിലെ മതിൽ തന്നെ ഒരു വലിയ ജയില് തന്നെയാണ്. ഇവിടുത്തെ ഓരോ പെണ്ണുങ്ങളും നിനക്ക് കാവല് തന്നെയാണ്. സ്ത്രീത്വത്തിന് തന്നെ, സ്ത്രീകൾക്ക് തന്നെ അപമാനമായ നീ എങ്ങനെ അവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടും? അങ്ങനെ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അത് നീ മരണത്തിലേക്ക് മാത്രമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ രോഹിത് ഇങ്ങനെ സുസ്മിതയെ കൈ ചൂണ്ടി പറയുമ്പോൾ ആകെ പേടിച്ച തറയിൽ തന്നെ ഇരിക്കും. സുസ്മിത കരയൊക്കെ ചെയ്യുന്നുണ്ട്, താൻ പെട്ടു എന്നുള്ളൊരവസ്ഥ തന്നെയാണ് അവിടെ സുസ്മിതയ്ക്ക്. അന്നേരം രോഹിത് ഇങ്ങനെ നോക്കുമ്പോഴാണ് സുസ്മിതയുടെ കയ്യിലിരിക്കുന്ന ഫോൺ കാണുന്നത്. തുടർന്ന് അതങ്ങ് തട്ടിപ്പറിക്കുമ്പോൾ എൻ്റെ ഫോൺ ഇങ്ങ് താന്ന് പറയുമ്പോൾ ജയിലിനകത്ത് അങ്ങനെയുള്ള എൻ്റർടൈൻമെൻ്റ് ഒന്നും പാടില്ല എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് രോഹിത് കൈക്കലാക്കി വെച്ചിരിക്കുകയാണ്. തുടർന്ന് ഫോൺ പിടിച്ചു വാങ്ങിക്കാനായിട്ട് സുസ്മിത ഒരു ബലപ്രയോഗമൊക്കെ നടത്തുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിടിവലിയൊക്കെ നടക്കുകയാണ്. അവസാനം രോഹിത് അങ്ങ് പിടിച്ച് മാറ്റിയ ഫോൺ ഇങ്ങനെ അങ്ങ് ഒരു കൈവച്ച് പുറകിലേക്ക് ഒളിപ്പിക്കുകയാണ്. അന്നേരം സുസ്മിത അടുത്ത അടവ് ചാടി എഴുന്നേറ്റ് രോഹിത്തിനെ തൊഴുതു നിൽക്കുകയാണ്. ക്ഷമിക്കണം രോഹിത്ത്, ഞാൻ രോഹിത്തിനോട് എല്ലാത്തിനും മാപ്പ് ചോദിക്കുന്നു, ഞാൻ നന്നായിക്കോളാം, ഞാൻ ഇനി നന്നാവും. രോഹിത്തിൻ്റെ നല്ല ഭാര്യയായിട്ട് ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിക്കാം, അല്ല ബന്ധം ഒഴിഞ്ഞു പോകണമെങ്കിൽ അങ്ങനെ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് തകർത്ത് അഭിനയിക്കുകയാണ്. അന്നേരം എന്നിട്ട് ഓഹോ എന്നൊക്കെ കാണിച്ച് രോഹിത് അങ്ങ് ചിരിച്ചങ്ങ് നോക്കുകയാണ്. തുടർന്ന് ഞാൻ നന്നായിക്കൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ ഞാനിനി രോഹിത്തിനെ ഒന്നും ചെയ്യില്ല, ഉപദ്രവിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ പിന്നെ രോഹിത് ആ ഒരു സംഭവം ആലോചിക്കുന്നുണ്ട്. താൻ ആ പാറക്കെട്ടിൽ നിന്നും പഞ്ചകൈലാസത്തിൽ സുസ്മിത തന്നെ താഴേക്ക് തള്ളിയിട്ടപ്പോൾ രോഹിത് ആദ്യം വീണില്ലല്ലോ, ആ പാറയിൽ പിടിച്ചുകൊണ്ട് സുസ്മിതയുടെ കാല് പിടിച്ച് അപേക്ഷിച്ചത് ഓർക്കുകയാണ്. എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, എനിക്ക് അമ്മയ്ക്ക് ഞാനേ ഉള്ളൂ, എന്നെ ജീവിക്കാൻ അനുവദിക്കണം, എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം എന്നൊക്കെ രോഹിത് പറഞ്ഞു, ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പൊയ്ക്കോളാം എന്നൊക്കെ. അന്നേരമല്ലേ കാലുകൊണ്ട് ചവിട്ടി സുസ്മിത താഴേക്കിട്ടത്. ആ രംഗം ഇങ്ങനെ മനസ്സിൽ കൂടെ ഓർമ്മിക്കുകയാണ് രോഹിത്. തുടർന്ന് അഭിനയമൊക്കെ കണ്ടിട്ട് രോഹിത് പറയുകയാണ്, അപ്പോൾ നീ ഇനി ചെയ്യാൻ പോകുന്നതോ ഇതുവരെ ചെയ്തതോ ആയ കാര്യങ്ങളൊക്കെ അല്ലേ ഇപ്പോൾ പറയുന്നത്, ഇനിയും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അല്ലേ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ പൊയ്ക്കോളാം എന്നൊക്കെ രോഹിത് പറയുകയാണ്. നിന്റെ കൺവെട്ടതൊന്ന് പൊയ്ക്കോളാം, എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ എന്നൊക്കെ. അന്നേരം സുസ്മിത ആ പാറക്കെട്ടിലേക്ക് ഇരുന്നിട്ട് രോഹിത് ഇങ്ങനെ വീഴാൻ പോകുമ്പോൾ പറയുന്നുണ്ട്, അപ്പോൾ നീ ഇനി അതേ ഡയലോഗാണ് രോഹിത് ഇപ്പോൾ തിരിച്ചു പറഞ്ഞത്. നീ ചെയ്യാൻ പോകുന്നതോ ഇനി ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളൊക്കെയല്ലേ പറയുന്നത്, അപ്പോൾ ഇതുവരെ ചെയ്തതോടാ പട്ടി എന്ന് പറഞ്ഞിട്ടാണ് ഈ ചവിട്ടി താഴ്ത്തിയത്, രോഹിത്തിനെ അങ്ങ് ചവിട്ടി താഴേക്കിട്ടത്. അതും സുസ്മിത ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ്. താൻ പറഞ്ഞ അതേ ഡയലോഗ്, പഞ്ചകൈലാസത്തിൽ വെച്ച് പറഞ്ഞ അതേ ഡയലോഗുകൾ തന്നെയാണ് സുസ്മിതയ്ക്കെതിരെ ഇപ്പോൾ രോഹിത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം സുസ്മിതയ്ക്ക് ഉത്തരവില്ല. അപ്പോൾ നീ ഇതുവരെ ചെയ്തതോടിയെന്നും പറഞ്ഞ് സെറ്റിലേക്ക് ഇരുന്ന രോഹിത് അങ്ങ് ചാടി എഴുന്നേൽക്കുകയാണ്. അന്നേരം സുസ്മിത ഒന്ന് ഭയക്കുന്നുണ്ട്. ഇങ്ങോട്ട് വാടിയെന്നും പറഞ്ഞ് സുസ്മിതയെ പിടിച്ച് വലിച്ച് രോഹിത് തൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് രോഹിത് വാതിൽക്കൽ നിന്നിട്ട് സുസ്മിതയെ മുറിയിലേക്ക് അങ്ങ് തള്ളുന്നുണ്ട്. സുസ്മിത തറയിൽ ചെന്നങ്ങ് വീഴുകയാണ്. എന്നിട്ട് അവിടെ കിടക്കടി എന്ന് പറഞ്ഞിട്ട് വാതിൽ വെളിയിൽ നിന്ന് രോഹിത് പൂട്ടി താക്കോലെടുക്കുകയാണ്. അന്നേരം വാതിലടക്കല്ലേ രോഹിത് എന്നൊക്കെ വിളിച്ച് സുസ്മിത വിളിക്കുന്നുണ്ട്. പക്ഷെ ആര് കേൾക്കാൻ? ആകെ ഒരു വാശിയിൽ തന്നെയാണ് അവിടെ രോഹിത്. തുടർന്ന് സുസ്മിത അങ്ങ് കതവിൽ തട്ടുകയാണ്. തുറക്ക് എന്ന് രോഹിത് തുറക്കെന്നൊക്കെ പറഞ്ഞു. അന്നേരം ജനൽ കൂടെ വന്നിട്ട് രോഹിത് പറയുന്നുണ്ട്, ഇതുകൊണ്ടൊന്നും തീർന്നില്ലടി, ഇതൊരു തുടക്കം മാത്രമാണ്, അടങ്ങിയോടെ കിടക്കടി എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് വാതിൽ തുറന്ന് വിട്, എന്നെ പൂട്ടിയിടല്ലേ, ഇല്ലെങ്കിൽ എൻ്റെ ഫോൺ ഇനി താന്നും പറഞ്ഞ് രോഹിത്തിൻ്റെ കയ്യിലിരുന്ന ഫോൺ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അന്നേരം രോഹിത് അങ്ങ് പിറകിലേക്ക് മാറ്റുകയാണ്. അവളുടെ ഒരു ഫോൺ എന്നും പറഞ്ഞ് അടങ്ങി കിടക്കടി എന്ന് പറയുമ്പോഴാണ് ആ ഫോണിൽ ചന്ദ്രബോസ് വിളിക്കുന്നത്. അന്നേരം എൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു, ഇനി താ പ്ലീസ് എന്നൊക്കെ സുസ്മിത പറയുകയാണ്. അന്നേരം നോക്കുമ്പോൾ CI
ഈ ചിറ്റപ്പൻ എന്നാണ് എഴുതി കാണിക്കുന്നത്. അന്നേരം നിന്റെ ഊള ചിറ്റപ്പനാടി വിളിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സൗന്ദര്യ പിണക്കം തീർന്നോന്നറിയാൻ വിളിക്കുകയായിരിക്കും. അത് തുടരുകയാണെന്ന് പറയട്ടേയും ചോദിക്കുകയാണ്. അന്നേരം പ്ലീസ് ഇങ്ങ് താ എന്നൊക്കെ പറയുമ്പോഴും രോഹിത് ആണെങ്കിൽ ആ ഫോൺ അവിടെ അവിടെ ഒരു ജനലിൻ്റെ അടുത്ത് തന്നെ ഒരു ഡൈനിങ് ടേബിളുണ്ട്, അതിലേക്ക് വയ്ക്കുകയാണ്. പക്ഷേ സുസ്മിതയ്ക്ക് ജനലിൽ കൂടി കൈകൊണ്ട് എത്തില്ല. അവിടെ അങ്ങനെ സൈലൻ്റ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ട് രോഹിത് അങ്ങ് പൊടി എന്ന് പറഞ്ഞിട്ട് രോഹിത് അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് സുസ്മിതയാണെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ എത്തിയെടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. തുടർന്ന് വീണ്ടും വാതിൽക്കലൊക്കെ പോയി തട്ടുകയാണ്. തുറക്ക് രോഹിത്, തുറക്കെന്നൊക്കെ പറഞ്ഞിട്ട്. തുടർന്ന് വീണ്ടും ചന്ദ്രബോസ് വിളിക്കുമ്പോൾ സുസ്മിത ജനലിൻ്റെ അടുത്തേക്ക് വന്നിട്ട് വീണ്ടും ആ ടേബിളിലേക്ക് കൈ എത്തുന്നുണ്ട്. പക്ഷേ ഫോൺ എടുക്കാനായിട്ട് പറ്റുന്നില്ല. ഫോൺ കുറച്ച് ദൂരത്തോട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ചന്ദ്രബോസ് ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അന്നേരം സുസ്മിത ഇങ്ങനെ ചുറ്റുമൊക്കെ നോക്കിയാണ് ഇനി ഫോൺ എടുക്കാൻ എന്താ വഴി എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പക്ഷേ ഈ ഫോൺ ഇനി അത്ര ദൂരത്ത് വെച്ചിട്ട് പോയതിന് സുസ്മിതയ്ക്ക് എടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതും ഇനി ബാക്കിയൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക്